വീതി കുറഞ്ഞതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാലക്കുടിക്ക് പോവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് ബസ് വന്നു, വേഗം കയറി. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയത് ശ്രീലക്ഷ്മിക്ക് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ചേച്ചിമാരൊക്കെ ക്ലീനിങ്ങിലും പിന്നെ എന്താ പറയാ കട തുറന്നിട്ടുണ്ടായുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഞാനാണ് ആദ്യത്തെ കസ്റ്റമർ എന്ന് തോന്നുന്നു. എല്ലാവരും അവിടെ ക്ലീൻ ചെയ്യണ തിരക്കിലും പിന്നെ എന്താ പറയാ അടക്കി പറക്കി ഒതുക്കി വെക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വേഗം തന്നെ മെറ്റീരിയലൊക്കെ കിട്ടി, ബില്ലൊക്കെ വേഗം പേയ്മെന്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി കേട്ടോ. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ജസ്റ്റ് നോക്കി, കാരണം നമ്മൾ കാണാത്ത വല്ല മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 ആഴ്ചയെന്ന് തോന്നുന്നു ചാലക്കുടിക്ക് പോയിട്ട്. അപ്പോൾ പുതിയ മെറ്റീരിയൽസ് ഏതൊക്കെ വന്നിരിക്കുന്നതെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ബസ് കയറി സ്റ്റാൻഡിലേക്ക് പോവാണ്. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ്. ഇതേപോലത്തെ മോഡൽ. ഇതിന്റെ ചെറുതില്ലേ, ഇതിന് എത്ര മീറ്ററിന്? 60 മീറ്ററിന്. ഇതൊരു മീറ്റർ തായ വീതി കുറഞ്ഞതാ. തീരെ ചെറുതില്ലേ, ഇതേപോലത്തെ. പിന്നല്ലാണ്ട് തീർച്ചയായിട്ടും പറയും. ഇത് കുഴപ്പമില്ല. അത് വലുത് 1 മീറ്റർ മതി. ഇതും വേണം. അതാണ് അവിടെ വന്നപ്പോ തന്നെ വിഷ്ണു ഇല്ലേന്ന് ചോദിച്ച. എനിക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ലൈനിങ്, അതേപോലെ ത്രെഡ്, ക്യാൻവാസ്, പിന്നെന്താ ക്രോഷ്യോ ലേസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും സ്റ്റിച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം കേട്ടോ. ഞാൻ ചാലക്കുടിയിലുള്ള ബദ്രി ബസാറിലാണ് കേട്ടോ എടുക്കാറ്. അവിടുത്തെ ഓണറിന്റെ പേര് വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണു ചേട്ടൻ എനിക്ക് എന്താ പറയാ, എനിക്ക് ഒരു ആങ്ങളയുടെ പോലെ തന്നെയാണ് കേട്ടോ ആള്. എനിക്ക് നല്ല സപ്പോർട്ടാണ്. എനിക്ക് മെറ്റീരിയൽസ് ഒക്കെ എത്തിച്ചു തരാനും, അതേപോലെ തന്നെ പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ ആളത് എനിക്ക് അയച്ചു തരും. ഇന്ന മെറ്റീരിയൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ ആള്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ആള് കൊറിയർ ആയിട്ടും അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അവിടുത്തെ ചേച്ചിമാരും വളരെ ആക്റ്റീവാണ് കേട്ടോ. അവർ നമ്മളോട് ഓരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിച്ചു തരും കേട്ടോ. വെറൈറ്റി, നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ലേസിലൊക്കെ ഉള്ളത് അവിടെ. ഇത് നല്ലതാലോ. ഇതിന്റെ വീതിയുള്ളത് വീതി കൂടുതലുള്ളത് വേണം. പിന്നെ വൈറ്റ് വേണം, ക്രോഷ്യോയില് വൈറ്റ് ലേസ് വേണം. പിന്നെ ഇലാസ്റ്റിക് വേണം, ചെറുത്, വീതി കുറഞ്ഞത്. ഫുൾ റോൾ എത്ര വരണേ? ശരിയായി നോക്കട്ടോ. ക്രോഷ്യ മതി. ഇതിന്ന് എടുത്തു ചേച്ചി, ഇതിന്ന് 5 മീറ്റർ എടുത്തോ. അത് വേണം. ഇത് വേണോ? അത് വേണ്ട. അതിന്റെ അപ്പുറത്ത് നോക്കട്ടെ. ചോക്കില്ലേ അത്. പിന്നെ നൂല്. അപ്പൊ പറയാ ഞാൻ ഇവിടെ ബ്ലാക്ക് വേണം. വല്യതുണ്ടാ? അറിയാനാ വേണ്ട. ഇതന്നെയല്ല നിങ്ങൾക്ക് ഡിസൈൻ പീച്ച് ചിക്കു ലൈറ്റ് ഗ്രീൻ. ഇതെടുത്തിട്ടില്ലല്ലോ. ഇത് ഇനി വേണമെങ്കിൽ കളറുകൾ അത് ഇത് വ്യത്യാസം ഉണ്ടോ? ഇതിലിപ്പോ മോന് 10 മീറ്റർ ഏതൊക്കെയാ?
ക്രീം എല്ലാം 10 അല്ലായിരുന്നു. മറ്റേതും 10. ഇത് 5 അല്ലേ? അല്ല 10. പിന്നെ ഞാൻ എന്തിട്ടാണോ ദൈവമേ ഓർത്തത്. പിന്നെ ചെറിയ ലാസ്റ്റിക്കില്ലേ നമ്മളിങ്ങനെ ലൂപ്പ് ഇടാനായിട്ട് വെക്കണത്, അങ്ങനത്തെ ഇല്ല? മറ്റേ 1 രൂപയുടെ പറ്റില്ലല്ലോ, പെട്ടെന്ന് വലിയ 1 രൂപയുടെ നൂല് പോലത്തെ അല്ലേ? അതല്ല, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വേറെ 4 ഇഞ്ചിന്റെ ഉള്ളൂ. അതല്ല നീ എടുത്തേക്കണേ. അത് എത്ര മീറ്റർ? അത് 5 മീറ്റർ മതി. ഓനത്തിന് എത്രയാ? 5 എന്തായി? ഇത് 1 മീറ്റർ അല്ലേ മോനെടുത്ത? 30ന്റെ 30-1 30-1 40ന്റെ എനിക്ക് മനസ്സിലായില്ല. സീക്വൻസ് ഒന്നുമുണ്ട്. മറ്റേ വർക്കുകൾ ചെയ്യല്ലേ? അന്നേല് വാങ്ങിച്ചതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. വേണ്ട, മീറ്ററിന് 15. വേണ്ട, ഇത്ര മതി. അപ്പൊ അത്യാവശ്യത്തിനായി. സ്റ്റോക്ക് വന്നു. ഇത് വലിയതിന്റെ ചെറുതല്ലേ? ഇതിന് എത്ര പീസിന്? അപ്പൊ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ഇനി തിരിച്ച് ബസ് കയറി വീട്ടിലേക്ക് പോവാ, അത്രയ്ക്കുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.